ഇനിയൊരു ഹൈടെക് കള്ളൻ്റെ കഥയാണ്. പേര് ഇമ്രാൻഖാൻ, UP സ്വദേശി. ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ നോട്ടപ്പുള്ളി. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. കൈവശം എപ്പോഴും വിവിധ ഇരുചക്ര വാഹനങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടാകും. ഈ താക്കോൽ ഉപയോഗിച്ച് സ്കൂട്ടറുകളുടെ ഡാഷ്ബോർഡിൽ നിന്ന് പണവും സാധനങ്ങളും മോഷ്ടിക്കും. കഴിഞ്ഞ ദിവസം ആലുവയിൽ സമാനമായ ഒരു മോഷണം നടത്തിയ കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് ഇമ്രാൻ എന്ന ഹൈടെക് കള്ളനെക്കുറിച്ച് അറിയുന്നത്. ഈ മാസം 14-നാണ് ആലുവയിൽ പരീക്ഷ എഴുതാനെത്തിയ തൃശൂർ സ്വദേശിയായ യുവാവിന്റെ പേഴ്സും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടത്. ഇത് സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ സ്റ്റോറേജിൽ സൂക്ഷിച്ച ശേഷം പരീക്ഷാ ഹാളിലേക്ക് കയറിയതാണ് യുവാവ്. തിരികെ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനിടെ പേഴ്സിലുണ്ടായിരുന്ന ATM കാർഡ് ഉപയോഗിച്ച് 65,000 രൂപയും തട്ടിയെടുത്തു. പണം ബ്ലോക്ക് ചെയ്യുന്നതിനായി ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത്. പിന്നാലെ ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് സ്കൂട്ടർ തുറന്ന ശേഷം ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണും പണവും കവരുന്നതാണ് ഇയാളുടെ രീതി. തുടർന്ന് സിം മറ്റൊരു ഫോണിലിട്ട് ATM കൗണ്ടറിൽ പോയി ATM പിൻ ചേഞ്ച് ചെയ്യും. ഉടനെ പണം പിൻവലിക്കും. സിം ഇടുന്ന ഫോൺ വിളിക്കാൻ ഉപയോഗിക്കില്ല. സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതിയെ സാഹസികമായാണ് പോലീസ് പൊക്കിയത്. ആലുവ, കൊല്ലം, കിളികൊല്ലൂർ, തൃശൂർ എന്നിവിടങ്ങളിലും തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലും UPയിലും ഉൾപ്പെടെ ഇയാൾ സമാനമായ മോഷണം നടത്തിയിട്ടുണ്ട്. UP പോലീസ് ഇയാളെ അന്വേഷിക്കുന്നതിനിടെയാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാതെ വിവിധയിടങ്ങളിൽ യാത്ര ചെയ്താണ് മോഷണം നടത്തിയിരുന്നത്. ഈ മാസം 23-ന് ഭോപ്പാലിലായിരുന്നുവെങ്കിൽ 27-ന് കോയമ്പത്തൂരിലെത്തി. പുതിയ മോഷണത്തിനായി കേരളത്തിലെത്തിയപ്പോഴാണ് പ്രതിയെ കഴിഞ്ഞ രാത്രി വൈറ്റിലയിലുള്ള ലോഡ്ജ് വളഞ്ഞ് പോലീസ് പിടികൂടിയത്. 10ഓളം ഇരുചക്ര വാഹനങ്ങളുടെ താക്കോലുകൾ, 3 മൊബൈൽ ഫോണുകൾ, നിരവധി പേഴ്സുകൾ എന്നിവ മോഷ്ടാവിൽ നിന്നും കണ്ടെടുത്തു. ആലുവ ഇൻസ്പെക്ടർ KG ഗോപകുമാർ, SI-മാരായ ജോസി M ജോൺസൺ, അനൂപ്, CPO-മാരായ മാഹിൻ ഷാ, അബുബക്കർ, മുഹമ്മദ് അമീർ, ഷാഹിൻ എന്നിവരായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.